പാതിവില തട്ടിപ്പ് കേസിൽ ആനന്ദകുമാറിന്റെയും ലാലി വിൻസെന്റിന്റെയും ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ്. ആനന്ദകുമാർ പ്രധാന കണ്ണിയാണെന്നും പാതിവില സ്കൂട്ടർ പദ്ധതിക്ക് പിന്നിൽ ആനന്ദകുമാറാണെന്നും പോലീസ് പറയുന്നു. കൂടാതെ വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതിക്ക് പേരിട്ടത് ആനന്ദകുമാർ ആണെന്നും മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കണ്ണൂർ ടൗൺ പോലീസ് അറിയിച്ചു. പാതിവില തട്ടിപ്പിൽ കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാം പ്രതിയാണ് ആനന്ദകുമാർ. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ഏഴാം പ്രതിയും. ആനന്ദകുമാർ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും ലാലി വിൻസെന്റ് ഹൈക്കോടതിയിലും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് പോലീസ് ഇപ്പോൾ എതിർത്തത്. നാളെയും മറ്റന്നാളുമാണ് ഈ രണ്ട് കോടതികളിലും ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്നത്. ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസ് രംഗത്തെത്തിയത്. അനന്തു കൃഷ്ണനുമായി ആനന്ദകുമാറിന് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. NGO കോൺഫെഡറേഷനിൽ ആനന്ദകുമാർ ഭാരവാഹിയായിരിക്കെ പണപ്പിരിവ് നടന്നുവെന്നും രാജിവെച്ചതുകൊണ്ട് തട്ടിപ്പിൽ പങ്കില്ലെന്ന് പറയാൻ കഴിയില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മാത്രമല്ല, ലാലി വിൻസെന്റ് 46 ലക്ഷം രൂപ അഭിഭാഷക ഫീസിനത്തിൽ കൈപ്പറ്റിയിട്ടുണ്ട്. അത് തട്ടിപ്പിലൂടെ സമാഹരിച്ച തുകയാണെന്നും പോലീസ് പറയുന്നു. അതേസമയം പാതിവില തട്ടിപ്പിൽ കണ്ണൂരിൽ മാത്രം ഇരയായത് 2026 പേരാണ്. 12 കോടി രൂപയാണ് ജില്ലയിൽ നിന്നും മാത്രം ഇവർ തട്ടിയെടുത്തത്. ജനം, കണ്ണൂർ.